ചില ആഹാരങ്ങൾ ഒരുപാട് നൊസ്റ്റാൾജിക് തരുന്ന ആഹാരങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഈ മസാല ദോശ. അപ്പോൾ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ മസാല ദോശയാണ്. ദ ഫൺ ഫാക്ട് ഈസ് ഞാൻ ഇതുവരെയായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് മസാല ദോശ കഴിച്ചിട്ടില്ല. കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അത് ബീറ്റ്റൂട്ടിൻ്റെ കളറും ബീറ്റ്റൂട്ടൊക്കെ കൂടുതൽ ഒഴിക്കുന്നതാണെന്ന് മനസ്സിലായി. ഇടുന്നതാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മൾ ബീറ്റ്റൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരു ഫൺ ഫാക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ആകെ കുറച്ച് ബീറ്റ്റൂട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ബീറ്റ്റൂട്ടിൻ്റെ കളറൊന്നും കാണില്ല. ഏകദേശം എന്തൊക്കെയോ പോലത്തെ ഒരു കളറാവുന്നുണ്ട്. അങ്ങനെ നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളത് നമ്മുടെ മാവ് പൊങ്ങി വരുന്നതാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് പൊങ്ങി വരുന്നില്ലെങ്കിൽ നമ്മുടെ മൂഡ് തന്നെ ഓഫായി പോകും. പിന്നെ ദോശമാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്ത് കുറച്ച് നെയ്യുടെ ടേസ്റ്റ് ഇല്ല, ഇഷ്ടമില്ലാത്തവർക്ക് ഓയിൽ തടവിയാലും മതി കേട്ടോ. പിന്നെ ആ സ്പൂൺ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭാഗം ഒന്ന് നിരപ്പാക്കി മൊരിയിച്ചെടുക്കുക.